പ്രിയമുള്ളവരെ, ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ഇന്നൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. പാലക്കാട് നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ആലപ്പുഴ ജില്ലയിലെ ദാറുൽ ഹിക്കം എന്ന സ്ഥാപനത്തിലേക്കാണ് യാത്ര. പൊന്നിരായ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ ഷെയ്ഖുന പാണാവള്ളി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളെ ഒന്ന് സിയാറത്ത് ചെയ്യുകയും വേണം. ആ ലക്ഷ്യത്തിലാണ് യാത്ര പുറപ്പെടുന്നത്. ഈ യാത്രയുമായി ബന്ധപ്പെട്ട മസ്അലകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു യാത്ര പോകുമ്പോൾ എപ്പോഴാണ് ഒരാൾ ഒരു യാത്രക്കാരനാവുന്നത്? യാത്രക്കാരന് ഇസ്ലാം നൽകുന്ന ഇളവുകൾ എന്തൊക്കെയാണ്? യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ യാത്ര കൊണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും വിശുദ്ധ ഇസ്ലാം യാത്രക്കാരന് 2 ഇളവുകളാണ് നൽകുന്നത്. ഒന്ന്, അവന് നോമ്പ് നിർബന്ധമില്ല. അപ്പോൾ ഒരാൾ നോമ്പ് കാലത്താണ് യാത്ര പോകുന്നതെങ്കിൽ അവന് നോമ്പെടുക്കൽ നിർബന്ധമില്ല. എന്നാൽ പിന്നീട് നോമ്പത് ഖളാ വീട്ടേണ്ടതുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഇളവ് എന്ന് പറയുന്നത്, യാത്രക്കാരന് 4 റക്അത്തുള്ള ഫർള് നിസ്കാരങ്ങൾ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കൽ, ഖസ്റാക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിലും ഖസ്റാക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. എപ്പോഴാണ് ഒരാൾ ഒരു യാത്രക്കാരനാവുന്നത്? തൻ്റെ നാട്ടിൽ നിന്ന് 92 കിലോമീറ്റർ ദൂരമുള്ള, അല്ലെങ്കിൽ 92 കിലോമീറ്ററിലധികം ദൂരമുള്ള ഒരു സ്ഥലത്തെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ട ഒരാൾക്കാണ് യാത്രക്കാരൻ എന്ന് പറയുന്നത്. നാടിൻ്റെ പരിധി വിട്ടുകിടക്കലോടുകൂടി അവൻ യാത്രക്കാരനായി മാറുകയാണ്. യാത്രക്കാരനായി കഴിഞ്ഞാൽ പിന്നീട് യാത്രയിൽ നിന്ന് തിരിച്ച് മടങ്ങി തൻ്റെ നാടിൻ്റെ പരിധിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വരെ 4 റക്അത്തുള്ള ഫർള് നിസ്കാരങ്ങൾ അഥവാ ളുഹർ, അസ്ർ, ഇശാ, ഈ 3 നിസ്കാരവും 2 റക്അത്തായി ചുരുക്കി നിർവഹിക്കൽ നിർബന്ധമാണ്, വാജിബാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങളുടെ നാടിൻ്റെ പരിധി വിട്ടുകിടന്നു. നാടിൻ്റെ പരിധി വിട്ടുകിടക്കലോടുകൂടി നമ്മൾ യാത്രക്കാരായി മാറുകയാണ്. ഇനി നാടിൻ്റെ പരിധിയിലേക്ക് തിരിച്ചെത്തുന്നത് വരെയും നമ്മൾ യാത്രക്കാർ തന്നെയാണ്. യാത്രക്കാരൻ്റെ എല്ലാ വിധികളും നമുക്ക് ബാധകമാണ്. 92 കിലോമീറ്റർ അധികമുള്ള സ്ഥലത്തേക്ക് യാത്ര തിരിച്ച ആ ലക്ഷ്യം വെച്ച ആൾക്കാർക്കാണ് യാത്രക്കാരൻ എന്ന് പറയുക എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ നാടിന് പറയുന്ന പേര് വത്ന് അസ്ലി എന്നാണ്. അഥവാ നമ്മൾ ജനിച്ച നാട്, നമ്മളെ വീടും നമ്മുടെ കുടുംബക്കാരും എല്ലാം ഉള്ള നാടിനെ കുറിച്ചാണ് വത്ന് അസ്ലി എന്ന് പറയുന്നത്. യാത്രക്കിടയിൽ എത്തിപ്പെടുന്ന ആ സ്ഥലത്ത് 15 ദിവസമോ അതിൽ കൂടുതലോ താമസിക്കാൻ നാം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ നാട് നമ്മുടെ വത്നുൽ ഇഖാമത്തായി മാറുകയാണ്. അഥവാ ഒരു നാട്ടിൽ യാത്രക്കിടയിൽ 15 ദിവസമോ അതിൽ കൂടുതലോ തങ്ങാൻ ഉദ്ദേശിക്കലോടുകൂടെ ആ നാട്ടിൽ നാം യാത്രക്കാരനല്ലാതായി മാറുകയും സാധാരണ പോലെ നിസ്കാരങ്ങൾ പൂർത്തിയാക്കി 4 റക്അത്തായി നിർവഹിക്കുകയും വേണം. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ അവിടെ തങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് വൈകുന്നേരം തന്നെ നാം തിരിച്ചു മടങ്ങും. അപ്പോൾ തിരിച്ച് നമ്മുടെ നാടിൻ്റെ പരിധി എത്തുന്നത് വരെയും യാത്രക്കാർ തന്നെയാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ യാത്രക്കിടയിൽ 4 റക്അത്തുള്ള ഫർള് നിസ്കാരങ്ങൾ 2 റക്അത്തായി ഖസ്റാക്കി ചുരുക്കി നിർവഹിക്കൽ ഞങ്ങൾക്ക് നിർബന്ധമാണ്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ പാണാവള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ ഒരു ദിക്റിൻ്റെ മജ്ലിസ് ഉണ്ട്. ആ മജ്ലിസിൽ പങ്കെടുത്ത് ബഹുന്നരായ പാണാവള്ളി ഉസ്താദിനെ സിയാറത്ത് ചെയ്ത് നമ്മളിവിടുന്ന് യാത്ര വീണ്ടും നാട്ടിലേക്ക് തിരിക്കും. നമ്മളിവിടെ എത്തി ഇനി ഇവിടുന്ന് നമ്മുടെ നാടിൻ്റെ പരിധി എത്തുന്നത് വരെയും നമ്മൾ യാത്രക്കാർ തന്നെയാണ്. 4 റക്അത്തുള്ള ഫർള് നിസ്കാരങ്ങളെല്ലാം നമുക്ക് 2 റക്അത്തായി നിസ്കരിക്കൽ, ചുരുക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. യഥാർത്ഥത്തിൽ യാത്രയിലുള്ള 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ ചുരുക്കി നിസ്കരിക്കുക എന്നാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് ചുരുക്കലല്ല. യാത്രയിലെ നിസ്കാരം 2 തന്നെയാണ്. ഹിജ്റക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യാത്രയിലും അല്ലാത്തപ്പോഴും
2 റക്അത്തായിരുന്നു നിർവഹിച്ചിരുന്നത്. എന്നാൽ ഹിജ്റയ്ക്ക് ശേഷം ളുഹർ, അസർ, ഇശാ തുടങ്ങിയ നിസ്കാരങ്ങൾ 4 റക്അത്തായി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. യാത്രയിലായിരിക്കുമ്പോൾ ആ 2 റക്അത്ത് 2 റക്അത്തായി തന്നെ നിർണയിക്കുകയാണ് ചെയ്തത് എന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യാത്രക്കാരൻ യഥാർത്ഥത്തിൽ ചുരുക്കി നിസ്കരിക്കുകയല്ല, യാത്രക്കാരൻ്റെ പൂർണ്ണമായ നിസ്കാരം തന്നെയാണ് 2 റക്അത്തായി നിസ്കരിക്കുക എന്നത്. 2 റക്അത്തായി നിസ്കരിക്കുന്ന യാത്രക്കാരന് പൂർണ്ണമായും 4 റക്അത്ത് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം തന്നെയാണ് ലഭിക്കുക എന്നാണ് ഫുഖഹാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. സുന്നത്ത് നിസ്കാരങ്ങളും മറ്റു വാജിബായ നിസ്കാരങ്ങളും അതെല്ലാം അതിൻ്റെ കൃത്യമായ റക്അത്തുകൾ തന്നെ പൂർത്തിയാക്കി നിർവഹിക്കേണ്ടതുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങളിൽ ചുരുക്കി നിസ്കരിക്കലില്ല. മുഅക്കദായ ശക്തിയായ റവാത്തിബ് സുന്നത്തുകളും കൃത്യമായി തന്നെ യാത്രയിലും നിർവഹിക്കേണ്ടതാണ്. ഫർള് നിസ്കാരങ്ങൾ 4 റക്അത്തുള്ള നിസ്കാരങ്ങൾക്ക് മാത്രമാണ് 2 റക്അത്തായി ചുരുക്കി നിർവഹിക്കൽ നിർബന്ധമാകുന്നത്. ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക.